മീനും മുട്ടയൊന്നും ഇല്ലാതെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്നുള്ളവർക്ക് നോൺ വെജ് ഇല്ലാത്ത ദിവസങ്ങളിൽ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത്. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റെസിപ്പി കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഞാൻ അതിനായിട്ട് 2 വലിയ വഴുതനയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഏത് വഴുതന വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ആദ്യം നന്നായി ഒന്ന് കഴുകിയിട്ട് അതിൻ്റെ നെട്ടെല്ലാം കളഞ്ഞ് അല്പം തിക്നെസ് കൂടിയ രീതിയിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിഷ് ഫ്രൈൻ്റെ ഒക്കെ ഒരു രൂപത്തിൽ ആ ഒരു ടേസ്റ്റിൽ നമുക്ക് കിട്ടാനായിട്ടാണ്. ഒരുപാട് നൈസായിട്ട് കട്ട് ചെയ്തെടുക്കുമ്പം പ്രശ്നം വരുന്നത് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അത് പൊട്ടിപ്പോവാനും ഉടഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും കട്ടിയിലെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതിനുള്ള മസാല തയ്യാറാക്കുകയാണ്. 1 ടേബിൾ സ്പൂണിൻ്റെ അളവിൽ കാശ്മീരി ചില്ലി, പിന്നെ 1 ടേബിൾ സ്പൂൺ തന്നെ നമ്മുടെ മീറ്റ് മസാല, അല്പം മഞ്ഞൾപ്പൊടി, പിന്നെ ജീരകപ്പൊടിയും ഗരം മസാലയും സെയിം എമൗണ്ടിൽ, അതായത് ഒരു 1/2 ടീസ്പൂണിൻ്റെ അളവിൽ മതി. പിന്നെ നമുക്ക് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. അത് നിങ്ങളുടെ എരിവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ 1 ടീസ്പൂണിൻ്റെ അളവിൽ ചേർത്തിട്ടുണ്ടാകും. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഞാൻ ചേർക്കുന്നത് 1.5 ടീസ്പൂണിൻ്റെ അളവിൽ കോൺഫ്ലവർ കൂടെ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് വെള്ളം ഒഴിക്കുന്നില്ല. മിക്സ് ചെയ്യാനായിട്ട് ഞാൻ നമ്മുടെ കോക്കനട്ട് ഓയിൽ ഉണ്ടല്ലോ, വെളിച്ചെണ്ണ, അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മസാല പേസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ അല്പം നമ്മുടെ പെരുങ്കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു പേസ്റ്റ് രൂപത്തിലാവാനായിട്ട് ഇനിയും കുറച്ചുകൂടെ വെളിച്ചെണ്ണ ആവശ്യമുണ്ടെങ്കിൽ അതുകൂടെ ആഡ് ചെയ്യാം. നമ്മുടെ മസാല പേസ്റ്റ് നല്ല രീതിയിൽ മിക്സായി വന്നതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് കൂടെ ചേർക്കുക. ഞാനിവിടെ അല്പം ഉപ്പ് കുറവ് തോന്നിയതിന് ശേഷം സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് മസാല കറക്റ്റായി വന്നതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രിഞ്ചിൽ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നമ്മുടെ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ ഫിഷിന് നമ്മൾ മസാല പരത്തുള്ളൂ, ആ ഒരു രീതിയിൽ അങ്ങോട്ട് മിക്സ് ചെയ്ത് എടുക്കാം. എല്ലാ പീസിലും ഒരുപോലെ മസാല മിക്സായി കഴിയുമ്പോൾ നമുക്കൊരു 5 മിനിറ്റ് റസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മുടെ പാനിൽ എണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ സാധാ ഫിഷ് ഫ്രൈ ചെയ്യുന്ന സെയിം പ്രോസസ്സിൽ തന്നെ നമുക്ക് ഓരോ സൈഡും മറിച്ചിട്ടിട്ട് മുരിച്ചെടുക്കാം. നമ്മൾ സാധാരണ എങ്ങനെയാണോ മീൻ വറുത്തെടുക്കുന്നത് അതുപോലെ തന്നെ ഒരു സൈഡ് മൊരിഞ്ഞ് കിട്ടുമ്പോൾ തിരിച്ചിടുക. പിന്നെ അതുപോലെ വേറെ സൈഡും നന്നായി മൊരിച്ചെടുക്കുക. അങ്ങനെ ഇതൊരു ഏകദേശം ഒരു 4-5 തവണ ഞാൻ മറിച്ചിട്ടിട്ടുണ്ടാവും. പെട്ടെന്ന് വെന്ത് കിട്ടും, പക്ഷെ മൊരിഞ്ഞെടുക്കാനാണ് പാട്. അപ്പം മൊരിച്ചെടുക്കുമ്പോഴാണ് അതിന് ഞാൻ ഈ പറഞ്ഞ ടേസ്റ്റ് കിട്ടുക കേട്ടോ. അത് ശ്രദ്ധിക്കുക, വെന്തെന്ന് വിചാരിച്ച് എടുത്തു മാറ്റരുത്.
അങ്ങനെ 4-5 തവണയായിട്ട് ഞാനിവിടെ നന്നായി മൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഏകദേശം കരിയാൻ നിൽക്കുന്ന ആ ഒരു ലെവലിലേക്ക് എത്തും, അപ്പോഴാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയാണ്. അപ്പോൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാതെ പോകരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.